ഗൈസ് നമ്മൾ വി പാർക്കിലാണ് ഗൈസ് പോയിക്കൊണ്ടിരുന്നത്. നമ്മളവിടെ എത്തി. നമ്മൾ വീടിൻ്റെ അടുത്താണ് ഗൈസ്. നമ്മൾ ചുമ്മാ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഏകദേശം 1 മണിയൊക്കെ ഉണ്ടായി നമ്മളവിടെ എത്തി. ആ 1 മണിയായിട്ട് പോലും ഇത്ര ആൾ കുഞ്ഞു ഭയങ്കര കൊടുത്തിട്ടാണ് ഗൈസ് എപ്പോഴത്തെ പോലെ. നമ്മളവിടെ ആ 1 മണിയായിട്ടും ആ ബാഡ്മിൻ്റൺ കളിക്കാനായാലും നല്ല വൈബായിരുന്നു. നൈറ്റ് ലൈഫ് ഉള്ളൊരു സൂപ്പർ സ്ഥലമാണ്. നമ്മൾ ജിം ഏരിയ കണ്ടു. ജിം ഏരിയ സംഭവം എന്താണെന്ന് നമുക്കറിയത്തില്ല. വലിയ കാർ ഓടിക്കുന്ന പോലെ അതിട്ട് എന്തൊക്കെയോ ഓടിച്ചോണ്ടിരുന്നത്. എന്തിനാന്നൊക്കെ അറിയാവുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്തത്. പിന്നെ കാലൊക്കെ ഇട്ട് അടിച്ച് എന്തിനാന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഇത് വി പാർക്കിലൊരു ഗെയിമിംഗ് ഏരിയയാണ് ഗൈസ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതാണ് നിങ്ങളെയും കൂടെ എടുത്ത് കാണിച്ചത്. താല്പര്യമുള്ളവർക്കും കൂടി അതും കൂടി കണ്ട് ഗെയിമൊക്കെ കളിച്ചിരിക്കാം. പിന്നെ ഇതെന്താ വവ്വാലിന് കുഞ്ഞാണെന്ന് തോന്നുന്നു ഗൈസ്. കാണുമ്പോൾ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് വീഡിയോ നിങ്ങളെ കൂടി കാണിക്കാൻ തോന്നി. ചിരിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇത് എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങി. പിന്നെ ഹിപ്പിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു ജിം ഏരിയയല്ലേ. പിന്നെ എന്തോ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന കുരങ്ങിനെ പോലെ എന്തൊക്കെയോ കസർത്ത് കാണിച്ചു. തിരിച്ച് നമുക്ക് കാട്ടിൽ തന്നെ കൊണ്ടാക്കാം ഗൈസ്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ കണ്ടു. പിന്നെ നമ്മൾ ഫാമിലിയായിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പേസാണ് ഈ വി പാർക്ക്. അത്യാവശ്യം നൈറ്റ് ലൈഫ് എപ്പോഴും വീട്ടിലിരുന്ന് ബോറടിക്കണ്ടല്ലോ. ഇങ്ങനെയൊക്കെ വന്ന് ചുമ്മയൊക്കെ കാട്ടിക്കൂട്ടാം. എന്താ സംഭവം എന്നുള്ള പക്ഷേ എല്ലാത്തിലും വലിഞ്ഞു കയറി നമ്മളെല്ലാവരും. അങ്ങനെ ഞാനും കുഞ്ഞും അവൾക്കൊരു എൻ്റർടൈൻമെൻറ്റേ. അങ്ങനെ ഞാൻ അവളെയും കൊണ്ട് കുറച്ച് നേരം കറങ്ങി. അവൾ പക്ഷേ അവിടെ കിടന്ന് ഓടി കളിക്കുമായിരുന്നു. പിന്നെ ഇതെന്താണെന്ന് അറിയത്തില്ല. പിന്നെ 3Dയുടെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ. അങ്ങനെ ഒരു ഷോപ്പിൽ നമ്മൾ പൊക്ക ഷവർമ ഓർഡർ ചെയ്തായിരുന്നു. കുഴപ്പമില്ലായിരുന്നേ പറയാൻ പറ്റത്തുള്ളൂ. വലിയ അങ്ങോട്ട് ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്തില്ല. കുഴപ്പമില്ലായിരുന്ന ടേസ്റ്റായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ടും കുറച്ച് ഡാൻസ് അങ്ങനെ ഒരു വൈബിൽ നിന്നാണ് നമ്മൾ കഴിച്ചത്. പിന്നെ അവിടെ നിന്നൊരു ഷോപ്പിൽ നിന്ന് നമ്മൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്ത്. നമ്മൾ പൊക്ക ഷവർമയിൽ അത്ര സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്ത്. ആ ചേട്ടൻ എന്തിനാ ചിരിച്ചത് നമുക്കറിയത്തില്ല. എന്തോ പറഞ്ഞായിരുന്നു. അത് സ്റ്റിൽ എനിക്കറിയത്തില്ല എന്താ പറയുന്നത്. ഞാൻ മനസ്സിലായതുപോലെ തലയിട്ടത്. പിന്നെ നമ്മൾ പൊക്ക ഷവർമ സോറി ഗൈസ് ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചായിരുന്നു. അത്യാവശ്യം നല്ല ചൂടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു ഗൈസ്. നമ്മൾ ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് ഫ്രൈ ചെയ്തിരുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. വീഡിയോ കണ്ടാണ് ഈ ഷോ ഒക്കെ കാണിച്ചു. പക്ഷേ ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്രിസ്പി ആയിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരാപ്പാരം നമ്മൾ ചെസ്സിനുള്ള പോയിന്റിലോട്ട് പോയി. ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ആയിട്ട് ചുമ്മാ അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. ആ ഗെയിമൊക്കെ ഇതൊക്കെ ചുമ്മാ ഷോ ആണ് ഗൈസ്. ശരിക്കും കളിച്ചൊന്നുമില്ല. പിന്നെ സ്കേറ്റിംഗ് ഒക്കെ കണ്ടു. സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ തന്നെ ഏകദേശം 2 മണി ആവാറായിരുന്നു ഗൈസ്. പിന്നെ നമ്മളെല്ലാവരും കൂടി വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്. നമുക്കിനി 2 ദിവസം കഴിഞ്ഞ് കാണാം.